Hi. After watching this video, you will get to know what are tension members and how a tension member can be designed as per IS 800 2007 codal provisions. In this video on design of steel structures, we will go for the module 2, that is tension members. So any member that is subjected to axial tension is known as a tension member. A tension member can also be known as a tie member, TIE, tie member. A tension member is also known as a tie member. ഇപ്പോൾ ഈ ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റൂഫിൻ്റെ മുകളിലെ ട്രസ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ട്രസ്സ് പോലത്തെ എലമെൻസിലാണ് സാധാരണ നമ്മൾ ഈ ടെൻഷനും കംപ്രഷനും വരുന്ന ആക്സിയൽ ഫോഴ്സസ് ആക്സെപ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെൻഷൻ മെമ്പേഴ്സിന് സാധാരണ ഈ ടെൻഷൻ ഫോഴ്സസ് ആക്സിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ സാധാരണ എന്താ പറ്റുക, ഒരു റബ്ബർ ബാൻഡിൽ നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് ഇലോങ്ങേറ്റ് ചെയ്ത് പോകും അല്ലേ, ടു സം എക്സ്റ്റെൻറ്റ്. ആഫ്റ്റർ ദാറ്റ് എന്ത് പറ്റും, അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അത് ബ്രേക്ക് ചെയ്ത് പോകും. ഇത് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ്. ഹുക്സ് ലോ കുറേ നേരം ഒബേ ചെയ്യും, അതിനുശേഷം ഫ്ലാക്സിസ് റേഞ്ചിലേക്ക് പോകും, അതിനുശേഷം അത് റപ്ചർ ചെയ്ത് പോകും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ടെൻഷൻ മെമ്പറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അത് പതുക്കെ ഈൽഡ് ചെയ്ത് തുടങ്ങും. ഈൽഡ് ചെയ്ത് ലെങ്ത്ത് കൂടി ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ അത് ലെങ്ത്ത് വിടുത്ത് കുറഞ്ഞ് ഒരു കപ്പ് കോൺ ഫെയിലിയർ വന്ന് അവിടെ വെച്ചത് ബ്രേക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ഫെയിൽ ചെയ്തതിനെയാണ് കപ്പ് കോൺ ഫെയിലിയർ എന്ന് പറയുന്നത്. ഈൽഡിങ് കാരണം അത് രണ്ട് പീസായിട്ട് പൊട്ടി മാറുന്നതിനാണ് കപ്പ് കോൺ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഫെയിലിയർ വരാൻ ചാൻസസ് ഉണ്ട് ടെൻഷൻ മെമ്പേഴ്സിൽ ആക്സിയൽ ടെൻഷൻ കാരണം. ഓക്കെ, അപ്പോൾ ആക്സിയൽ ടെൻഷൻ്റെ കാര്യങ്ങൾ കോഡ് ബുക്കിൽ എവിടെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. IS 800 2007, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ പേജ് നമ്പർ 32, 33, 34 ഈ 3 പേജസിലായിട്ട് കണക്ഷൻസ് ആൻഡ് ടെൻഷൻ മെമ്പേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെൻഷൻ മെമ്പേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നതിന് വേണ്ടി കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡിസൈൻ ടെൻഷൻ സ്ട്രെങ്ത്. ഏതൊരു മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് TD എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. എക്സ്റ്റേണൽ ടെൻഷൻ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കണം ഡിസൈൻ ടെൻഷൻ സ്ട്രെങ്ത്, എന്നാലേ അത് ഫെയിലിയർ ആവാതിരിക്കത്തുള്ളൂ. ഏതൊരു പ്ലേറ്റിൻ്റെയും സ്ട്രെങ്ത് എക്സ്റ്റേണൽ ഫോഴ്സിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അത് ബ്രേക്ക് ആവില്ല, അല്ലെങ്കിൽ ഫെയിൽ ആവില്ല. ഇനി ഈ TD എന്ന് പറയുന്നത് ഡിസൈൻ ടെൻഷൻ സ്ട്രെങ്ത് ആണ്. ഇതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക? മിനിമം ഓഫ് TDG, TDN ആൻഡ് TDV എന്നാണ് നമ്മൾ കോഡിൽ പേജ് നമ്പർ 32 സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. അതിനു മുമ്പേ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് അറിഞ്ഞിരിക്കാം. എന്താണ് ഗ്രോസ് ഏരിയ, എന്താണ് നെറ്റ് ഏരിയ? ഗ്രോസ് ഏരിയ സാധാരണ ഒരു പ്ലേറ്റ് എലമെൻറ്റ് എടുക്കാൻ വിചാരിക്കുക. ഏതെങ്കിലും ഒരു സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ആണ്. ഓക്കെ, ആ പ്ലേറ്റിന് ബ്രെഡ്ത്ത് ബിയും ഒരു തിക്നെസ് ടിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വേറെ ഒരു കണക്ഷൻസോ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത സാധാരണ ഒരു പ്ലേറ്റ്, T തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിൻ്റെ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. B ഇൻറ്റു തിക്നെസ്. ഓക്കെ, ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് എൻ്റെ ടോട്ടൽ ഏരിയ. ഈ ടോട്ടൽ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. യൂഷ്വലി നമ്മൾ A∗G എന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഏരിയ എന്താണെന്ന് മനസ്സിലായല്ലോ, അത് ഫുൾ ഏരിയ ഓഫ് എ പ്ലേറ്റ് ആണ്. അത് പറയുമ്പോൾ നെറ്റ് ഏരിയ എന്താണ്? ചില സമയത്ത് നമുക്ക് കണക്ഷൻസ് കൊടുക്കേണ്ടി വരും. നമ്മൾ യൂഷ്വലി ബോൾട്ടഡ് കണക്ഷൻസോ വെൽഡഡ് കണക്ഷൻസോ ആണ് സാധാരണ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ബോൾട്ടഡോ വെൽഡഡോ കണക്ഷൻസ് കൊടുക്കുമ്പോൾ, ബോൾട്ടഡ് കണക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് ഹോൾസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. പ്ലേറ്റിനകത്ത് നമ്മൾ ഹോൾസ് പ്രൊവൈഡ് ചെയ്യണം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ബോൾട്ട് നമ്മൾ ബോൾട്ട് ഹോളൊക്കെ ടേബിൾ 19 ബേസിൽ ക്ലിയറൻസ് കൊടുത്തിട്ട് ബോൾട്ട് ഹോൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ബോൾട്ട് ഹോൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഓവറോൾ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് അതേപടി കുറയും അല്ലേ. പക്ഷേ ബോൾട്ട് ഹോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ബോൾട്ടിങ് ചെയ്യണമെങ്കിൽ ബോൾട്ട് ഹോൾ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നെറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് ഏരിയയിൽ നിന്ന് സാധാരണ ഉള്ള ഫുൾ പ്ലേറ്റിൻ്റെ B ഇൻറ്റു T എന്നതിന് ഈ ഓരോ ഹോളിൻ്റെയും സൈസും കൂടി കുറയ്ക്കണം. അതായത് B ഇൻറ്റു T ആണ് ടോട്ടൽ ഗ്രോസ് ഏരിയ. അതിൽ നിന്ന് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓരോ ബോൾട്ട് ഹോളിൻ്റെ സൈസ് D ആണെന്ന് ഇരിക്കട്ടെ, D ആണ് ഓരോൻ്റെ ഡയമീറ്റർ എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു π/4 DC ഓരോന്നിൻ്റെ ഏരിയയും അതിനകത്തുനിന്ന് കുറയ്ക്കുക. 4 എണ്ണം ഉള്ളതുകൊണ്ട് 4 എണ്ണം ഞാൻ മൈനസ് ചെയ്തു. അപ്പോൾ നെറ്റ് ഏരിയയും ഗ്രോസ് ഏരിയയും തമ്മിൽ വ്യത്യാസം എന്താണ്? നെറ്റ് ഏരിയയിൽ ഗ്രോസ് ഏരിയ അപേക്ഷിച്ച് അതിനകത്തുള്ള ബോൾട്ട് ഹോളിൻ്റെ സൈസും കൂടി അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സാധാരണ AN എന്നായിരിക്കും. ഓക്കെ, AN മറ്റേത് AGU ആണ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലാക്കുക. ഇപ്പോൾ എന്താണ് ഗ്രോസ് ഏരിയ, നെറ്റ് ഏരിയ എന്ന് അറിഞ്ഞാൽ ഇനി മുമ്പിലോട്ടുള്ള എല്ലാ ടേംസും നമുക്ക് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ 3 ടേംസ് പറഞ്ഞു, TDG, TDN ആൻഡ് TDB. ഈ 3 എന്താണെന്ന് നോക്കാം. സാധാരണ ഒരു
ആക്സിൽ ടെൻഷൻ ഒരു മെമ്പറിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതെങ്ങനെയൊക്കെ ഫെയിൽ ആവും ഞാൻ പറഞ്ഞു. എന്താ, ഈൽഡിംഗ് ആണ് ഒരു ടൈപ്പ് ഓഫ് ഫെയിലിയർ. പക്ഷേ അത് മാത്രമല്ല ഫെയിലിയർ വരുന്നത്. നമ്മൾ പറഞ്ഞു ബോൾട്ട് ഹോളിന് വേണ്ടി ഹോൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു ഫെയിലിയർ കാറ്റഗറിയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കോഡ് പറയുന്നത് ഗ്രോസ് സെക്ഷൻ ഈൽഡിംഗ് എന്നാണ്. എന്നുവെച്ചാൽ ഗ്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ടോട്ടൽ ഏരിയ ആണ്, ഫുൾ ഏരിയ ആണ്, അതിനകത്ത് നമ്മൾ ബോൾട്ട് ഹോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സാധനം നമ്മൾ ഈൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈൽഡിംഗ് ഫെയിലിയറിന് വരിക. അത് പതുക്കെ ഇലോങ്ങേറ്റ് ചെയ്ത് ഇതേപോലെ ഇലോങ്ങേറ്റ് ചെയ്ത് ഏറ്റവും സാധനം ഒരു സമയത്ത് വെച്ച് അത് ബ്രേക്ക് ചെയ്ത് റപ്ചർ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ഗ്രോസ് സെക്ഷൻ ഈൽഡിംഗ്. അതിൻ്റെ നൊട്ടേഷനാണ് TDG എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോസ് സെക്ഷൻ ആയതുകൊണ്ടാണ് ടെൻഷൻ ആൻഡ് T, D എന്ന് വെച്ചാൽ ഡിസൈൻ ആൻഡ് G എന്ന് വെച്ചാൽ ആ ഗ്രോസ് ഏരിയ ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ നെറ്റ് സെക്ഷൻ റപ്ചർ ആണ്. അപ്പോൾ ഇതിനകത്ത് റപ്ചർ എഫക്റ്റ് ആണ്. ഏത് ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്? നെറ്റ് സെക്ഷനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നെറ്റ് ഏരിയ എന്ന് പറയുകയാണെങ്കിൽ മൊത്തം ഗ്രോസ് ഏരിയയിൽ നിന്ന് ആ ബോൾട്ടിൻ്റെ ഹോൾ മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബോൾട്ട് ഹോളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്ലേറ്റ് നമുക്ക് എടുക്കാം. ഇവിടെ 3 ബോൾട്ട് ഹോളുണ്ട്, ഇവിടെ 2 ബോൾട്ട് ഹോളുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ടെൻഷൻ ആക്ട് ചെയ്യണം, രണ്ട് സൈഡിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ടെൻഷൻ കാരണം. ഈ ടെൻഷൻ ഫോഴ്സ് കാരണം ഈ ബോൾട്ട് ഹോൾ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യും, ടോട്ടൽ പ്ലേറ്റിൻ്റെ ഏരിയ ആ ഹോൾ ഉള്ള സ്ഥലത്ത് കുറവാണ്. ഈ ഒരു സെക്ഷൻ 1-1 എന്ന സെക്ഷനും 2-2 സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 1-1 സെക്ഷനിൽ പ്ലേറ്റ് ഏരിയ വളരെ കുറവാണ്, കാരണം 3 ബോൾട്ട് ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു കേസിൽ എന്ത് ചെയ്യും, 2 പ്ലേറ്റ് ഇവിടെ വെച്ച് 2 പീസായിട്ട് ടിയർ ചെയ്ത് പോകാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ റപ്ചർ ചെയ്ത് പോകാൻ ചാൻസസ് ഉണ്ട്. എവിടെയാണ് റപ്ചർ ആവുന്നത്? എവിടെയാണോ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത് അവിടെയാണ് റപ്ചർ ആവുന്നത്. ഈ ഫിഗർ നമുക്ക് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം 1-1 എന്നൊരു സെക്ഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ബ്രേക്ക് ആവാൻ ചാൻസസ് എന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, കാരണം അവിടെ 3 ബോൾട്ട് ഹോൾ ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ചില സമയത്ത് ഇത് ഡയഗണലി ആണെങ്കിലും ബ്രേക്ക് ചെയ്യാം ഇങ്ങനെ. അപ്പോൾ ഏതൊക്കെ ടൈപ്പിൽ ഫെയിലിയർ ആവാൻ പറ്റും, ഏതാണ് ക്രിട്ടിക്കൽ സെക്ഷൻസ് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ആ പൊസിഷനിൽ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ, ടിയർ ചെയ്ത് 2 പീസായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് വിളിക്കുക നെറ്റ് സെക്ഷൻ റപ്ചർ എന്ന് വിളിക്കുക. ഇതിൻ്റെ നൊട്ടേഷനാണ് TDN എന്ന് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, തേർഡ് വൺ. ഇനിയിപ്പോൾ ആദ്യത്തെ 2 ഫെയിലിയർ കഴിഞ്ഞു അല്ലേ, ഈൽഡിങ്ങും റപ്ചറും. ഇനി തേർഡ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ആണ്. ഞാൻ ഓൾറെഡി നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ്റെ കേസിൽ നമ്മൾ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് വെച്ചാൽ, ഒരു 2 പ്ലേറ്റ് കണക്ട് ചെയ്തേക്കുമ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് ഡ്യൂ ടു നോട്ട് പ്രൊവൈഡിങ് ഇനഫ് എൻഡ് ഡിസ്റ്റൻസസ് ആൻഡ് എഡ്ജ് ഡിസ്റ്റൻസസ് കൊടുക്കുന്നത് കുറവായതുകൊണ്ട് എന്ത് പറ്റും, ഒരു ബ്ലോക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പൊട്ടി മാറുന്നതാണ് നമുക്ക് എന്താ പറയുക ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് 2 പ്ലേറ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളർ പ്ലേറ്റ് വരച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ പ്ലേറ്റും വരച്ചിട്ടുണ്ട്. രണ്ടും കൂടി ജോയിൻ ആവുകയാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ബോൾട്ട് ഹോൾസ് കൊടുത്തു. ഓക്കെ, ബോൾട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. ബോൾട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ മിനിമം എഡ്ജ് ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ബ്ലോക്ക് ഷിയർ ഫെയിലിയർ സാധാരണ നമുക്ക് വരുള്ളൂ. അപ്പം അങ്ങനെ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എങ്ങനെയാണ് വരുന്നത്, ഈ കറക്റ്റ് ഈ ബോൾട്ടിൻ്റെ നടുക്ക് വെച്ചിട്ട് ഈ പ്ലേറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പീസായിട്ട് മാറി ഇങ്ങനെ പോകും. ഇതിൻ്റെ 3D ആയിട്ടാണ് ഈ വരച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ എഫക്റ്റാണ് അതിനകത്ത് വരുന്നത്, ഈ സൈഡിൽ ടെൻഷനാണ് അല്ലേ, ഈ പ്ലേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലേറ്റിലും 2 പ്ലേറ്റും കണക്റ്റാണ്. ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ടെൻഷൻ ഫോഴ്സസ് ആണ് വരുന്നത്. ഈ സൈഡിൽ ഈ കട്ട് ചെയ്ത് പോകുന്ന റെഡ് കളർ പോർഷൻ്റെ ഈ സൈഡിലെ ടെൻഷൻ ഫോഴ്സസും, മുകളിലും താഴെ എന്ത് ചെയ്യുക, സ്ലൈഡിങ് എഫക്റ്റ് ആണ് അല്ലേ. ഇത് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, ടാൻജൻഷ്യൽ ഫോഴ്സാണ്. അപ്പോൾ ചരിഞ്ഞ് പോകുന്നത് എപ്പോഴും നമുക്ക് ഷിയർ ആണ്. അപ്പോൾ ഷിയർ എഫക്റ്റാണ് ഇവിടെ വരുന്നത്, മുകളിലും താഴെയും വരുന്നത്. അപ്പം മുകളിലും താഴെയും ഗ്രീൻ കളർ ഏരിയയിൽ വരുന്നത് ഷിയറും ഈ സൈഡിൽ വരുന്നത് ടെൻഷനും. അപ്പോൾ ടെൻഷനും ഷിയറും 2 എഫക്റ്റും കൂടി ചേർന്നാണ് നമുക്ക് എന്ത് വരിക, ബ്ലോക്ക് ഷിയർ ഫെയിലിയർ അല്ലെങ്കിൽ TDB എന്ന് പറയുന്ന ഒരു ടേം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കേസസിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടെൻഷൻ മെമ്പർ ഫെയിൽ ആവുന്നത്. അതിൽ ലാസ്റ്റ് വൺ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ആണ്. ഇതിന് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് നോക്കാം, എന്തൊക്കെയാണ് ഒരു കോഡിൽ പറഞ്ഞേക്കുന്ന പ്രൊവിഷൻസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ്, എങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാം, ഇതിൻ്റെ വാല്യൂസ് എത്രയാണ്, ഇതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കപ്പാസിറ്റി ഇൻ ഓരോ ടൈപ്പ് ഓഫ് ഫെയിലിയർ എന്നുള്ളത് കോഡിൽ എന്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 ഫെയിലിയർ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്, TDG എന്ന് പറയുന്നത് ഗ്രോസ് സെക്ഷൻ ഈൽഡിംഗ്, അല്ലെങ്കിൽ TDN എന്ന് പറയുന്നത് നെറ്റ് സെക്ഷൻ റപ്ചർ, ആൻഡ് തേർഡ് വൺ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ അല്ലേ, TDB എന്ന് പറയുന്നത്. ഈ 3നും ഉള്ള ഇക്വേഷൻസ് കോഡിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് സെക്ഷൻ ഈൽഡിംഗ് ആണ്. ഇതെല്ലാം പേജ് നമ്പർ 32 സ്റ്റാർട്ട് ചെയ്ത് 34 വരെയാണ് നമുക്ക് IS 800 2007 കിടക്കുന്നത്. ഓക്കെ, അതിൽ ക്ലോസ് നമ്പർ 6.2 പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് സെക്ഷൻ ഈൽഡിംഗ് അല്ലെങ്കിൽ TDG എന്ന് പറയുന്നത് AG × FY/γ m0 എന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനകത്ത് AG എന്ന് ഞാൻ പറഞ്ഞത് ഗ്രോസ് ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോസ് ഏരിയ ഫുൾ ഏരിയ ഓഫ് പ്ലേറ്റ്, അല്ലെങ്കിൽ എന്ത് സെക്ഷനാണോ യൂസ് ചെയ്യുന്നത് ആ സെക്ഷൻ്റെ ഫുൾ ഏരിയ. ഈ ഗ്രോസ് ഏരിയ കിട്ടാനായിട്ട് ഒരു പ്ലേറ്റിൻ്റെയൊക്കെയാണ് നമ്മൾ B × T ചെയ്താൽ മതി, ഒരു പ്ലേറ്റ് ആണെങ്കിൽ അല്ലേ. പക്ഷേ ഇൻ കേസ് ഒരു ആംഗിൾ സെക്ഷനാണ്, ഒരു I സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, I സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് എല്ലാം സ്റ്റീൽ ടേബിൾ വേണം യൂസ് ചെയ്യാൻ.
സ്റ്റീൽ ടേബിൾ അല്ലെങ്കിൽ നമുക്ക് SP6 എന്നൊരു കോഡ് ബുക്ക് ഉണ്ട്, സ്പെഷ്യൽ കോഡ് ബുക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റീൽ ടേബിൾ അല്ലെങ്കിൽ SP6 നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐ സെക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ സെക്ഷൻ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ ഈ ടൈപ്പ് എല്ലാ സെക്ഷൻസിനകത്തും നമുക്ക് എത്രയാണ് എൻ്റെ ഗ്രോസ് ഏരിയ എന്നുള്ള വാല്യൂസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഏരിയ നമ്മളെപ്പോഴും mm² യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് FY ഒക്കെ നമുക്ക് Nm/mm² ആണ് അല്ലേ, ഈൽഡ് സ്ട്രെങ്ത് ആണ് Nm/mm² ആണ്. ഗാമ m0 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. അപ്പം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് എവിടെയാണ് ഉള്ളത്, ടേബിൾ 5-ലാണുള്ളത്. പേജ് നമ്പർ 30 ടേബിൾ 5-ലാണ് നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് എല്ലാം കിടക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് വെൽഡിങ്ങിനും ബോൾട്ടിങ് ചെയ്തപ്പം ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സും ഈ ഇക്വേഷനും നമ്മൾ യൂസ് ചെയ്യാണ്. ഏരിയ ഓഫ് സോളിഡ് പ്ലേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തതാണ് എഫിഷ്യൻസി ടൈപ്പ് ക്വസ്റ്റ്യനകത്ത്. അതേപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് സെക്ഷൻ റപ്ചർ ആണ്, TDN ആണ്. ഈ TDNൻ്റെ ഇക്വേഷൻ നമുക്ക് ഓരോ ടൈപ്പിനും, ഇത് നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ പ്ലേറ്റിനാണെങ്കിലും ഓരോന്നിനും ഏരിയ മാറ്റി മാറ്റി ഇട്ടാൽ മതി. പക്ഷേ ഇതിനകത്ത് പ്ലേറ്റിന്, ആംഗിൾസിന്, ത്രെഡഡ് റോഡ്സിന് ഓരോന്നിനും ഓരോ ഇക്വേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തേക്കുന്നത് 6.3 എന്ന ക്ലോസിലാണ്. ഇതിന് തൊട്ട് താഴെയായിട്ട് കിടപ്പുണ്ട് നെറ്റ് സെക്ഷൻ റപ്ചർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിട്ടിക്കൽ സെക്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് അപ്ലൈ ചെയ്യാൻ അല്ലേ. അപ്പോൾ അതിനകത്ത് TDN എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.9 × AN × FU / ഗാമ m1 ആണ്. ഞാൻ പറഞ്ഞു ഗാമ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടുന്നത് എപ്പോഴും ടേബിൾ 5 എന്ന ഇതിനകത്ത് നിന്നാണ്, പേജ് നമ്പർ 30. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ മതി. അതേപോലെ AN എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ബോൾട്ട് ഹോൾസ് കൊടുത്തതിന് ശേഷമുള്ള ഒരു പ്ലേറ്റ് ആണ്. അതിൽ ടിയറിങ് എഫക്റ്റ്, രണ്ടായിട്ട് കീറി പോകുന്ന എഫക്റ്റ് വരുന്നുണ്ട്. എവിടെയാണ്, ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ AN നെറ്റ് ഏരിയ ആണെന്ന് അറിയാം, FU എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്, 410 ആണെങ്കിൽ 410 വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പം ഗാമ m1 ആണെങ്കിൽ ടേബിൾ 5 തന്നെ ഉള്ളതാണ്. അതേപോലെ ANൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇക്വേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ B × T എന്ന് പറഞ്ഞാൽ അല്ലേ, BT മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും, B × T വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, ആ ബോൾട്ട് ഹോളിൻ്റെ വാല്യൂ ഒന്ന് നമുക്ക് കൺസിഡർ ചെയ്യണം. ബോൾട്ട് ഹോൾ എന്ന് പറഞ്ഞാൽ DH ആണ് ബോൾട്ട് ഹോൾ, ഓരോ ബോൾട്ട് ഹോളും DH ആണ് എൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. എങ്കിൽ B - N × DH എന്ന് വെച്ചാൽ എത്ര ബോൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ σ/PSI എന്ന് പറയുന്നത് എന്താണ്, σ/PSI എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് സ്റ്റാഗേർഡ് പിച്ച് ആണെങ്കിൽ, നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച എന്താ, സ്ട്രെയിറ്റ് ആയിട്ട് അലൈൻ ചെയ്തേക്കുന്നത് അല്ലേ, നോർമൽ രീതിയിലാണ് ബോൾട്ട് കൊടുത്തേക്കുന്നത്. ഇൻ കേസ് സിഗ്സാഗ് പാറ്റേണിലോ ഡയമണ്ട് പാറ്റേണിലോ അങ്ങനെ എന്തെങ്കിലും ബോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പിച്ചിന് ഒരു സ്റ്റാഗേർഡ് എഫക്റ്റ് അല്ലെ ഒരു ചേഞ്ച് വരും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഈ ലെങ്തിനെയാണ് സ്റ്റാഗേർഡ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഗേർഡ് പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടി കൺസിഡർ ചെയ്യണം. സാധാരണഗതിയിൽ സ്റ്റാഗേർഡ് പിച്ച് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ മൊത്തമായിട്ട് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. T എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ്, G എന്ന് വെച്ചാൽ ഗേജ് ഡിസ്റ്റൻസ് ആണ്. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം എന്തൊക്കെയാണ് കോഡിലെ സജഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഓക്കെ, നെക്സ്റ്റ് ആംഗിൾ സെക്ഷൻസ് ആണെങ്കിൽ അതിനും TDN വേറൊരു ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമുക്ക് ബീറ്റ എന്നൊരു ടേം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ബീറ്റയ്ക്കും സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ബോൾട്ടിംഗ് ആണോ വെൽഡിംഗ് ആണോ എന്നനുസരിച്ച് ഈ ബീറ്റയുടെ വാല്യൂവിൻ്റെ വാല്യൂസ് BSഉം LCയും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ വാല്യൂസിന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ അതിനകത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസും ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. കോഡിൽ ഓരോന്നിൻ്റെയും ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. എന്താണ് W, എന്താണ് T, FU, FI നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതേപോലെ BS എന്താണ്, കണക്ഷൻ ലെങ്ത് എന്താണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കോഡിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ കൂടി നോക്കാം. ലാസ്റ്റ് ഫെയിലിയർ ക്രൈറ്റീരിയ ആണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ അല്ലേ. ഇപ്പോൾ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ഞാൻ ഓൾറെഡി പറഞ്ഞു, TDB ആണ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ DDB എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ഞാൻ പറഞ്ഞു, രണ്ട് പ്ലേറ്റ് കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ അതിനകത്ത് ബോൾട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ഒരു ബ്ലോക്കായിട്ട് അത് ഫെയിൽ ചെയ്ത് മാറിപ്പോവാൻ ചാൻസസ് ഉണ്ട്. ഈ ബ്ലോക്കിനകത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ടെൻഷനും ആക്ട് ചെയ്യുന്നുണ്ട്, ഷിയറും ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷിയർ ഫോഴ്സ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്, V എന്ന സിമ്പിളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് V എന്ന സിമ്പിൾ. VU എന്ന് പറഞ്ഞാൽ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടെൻഷൻ T ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോഡിൽ പ്രൊവിഷൻ എന്ന് നോക്കാം. ഇപ്പോൾ കോഡിൽ പറഞ്ഞിട്ടുണ്ട് 6.4 എന്ന ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ TDBൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ മിനിമം ഓഫ് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഇക്വേഷനും കണ്ടുപിടിച്ചിട്ട് അതിൽ മിനിമം ഏതാണോ വരുന്നത് അതാണ് TDB അല്ലെങ്കിൽ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ ബ്ലോക്ക് ഷിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, TDB1ഉം TDB2ഉം നോക്കാം. ഈ രണ്ട് ഇക്വേഷനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ FU അല്ലെങ്കിൽ FY എന്ന ടേംസ് കുറേ എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ രണ്ട് ടേംസ് നമുക്ക് ഗിവൺ ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അല്ലേ. ഏത് ടൈപ്പ് ഗ്രേഡ് ഓഫ് പ്ലേറ്റ് ഏതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈ രണ്ട് വാല്യൂസും കിട്ടും. അതേപോലെ തന്നെ ഇതിനകത്തെല്ലാം ഗാമ m0ഉം ഗാമ m1ഉം തന്നിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂസും നമുക്ക് ടേബിൾ 5 കിട്ടുന്നതാണ് അല്ലേ. ടേബിൾ 5 പേജ് നമ്പർ 30 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ആകപ്പാട് എക്സ്ട്രാ ഉള്ള എന്താണ്, കുറേ ഏരിയാസ് ഉണ്ട്, ABG, ATN, AVN ആൻഡ് ATG. ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഏരിയാസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ വളരെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയാസ് ഇതിനകത്ത് എന്ത് ചെയ്യാം, ABG ഉണ്ട്, AVN ഉണ്ട്, ATG ഉണ്ട്, ATN ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആദ്യം നോക്കുക, രണ്ട് ടൈപ്പിൽ V എഴുതിയിട്ടുണ്ട്, T ഉള്ളതുണ്ട് അല്ലേ. A എന്ന് വെച്ചാൽ ഏരിയ ആണ്, B എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഷിയർ ആണ്, T എന്ന് വെച്ചാൽ എന്താ, ടെൻഷനാണ്. അപ്പോൾ ടെൻഷനുള്ള സൈഡിലെ ഏരിയ ആണ് T വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ഷിയർ ഉള്ള സൈഡിലെ ഏരിയ ആണ് V വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇനി അതിനകത്ത് AVG എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ഏരിയ ഉണ്ട്, ഗ്രോസ് ഏരിയയും നെറ്റ് ഏരിയയും. അപ്പോൾ എന്താണ് നോക്കാം. ഈ ബ്ലോക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ, ആ ബ്ലോക്കിനെയാണ് ഇവിടെ വരച്ചേക്കുന്നത്, സെയിം ബ്ലോക്കിനെയാണ് ഇവിടെ വരയ്ക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിനകത്ത് ആദ്യം ഈ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും ഏരിയ കൺസിഡർ ചെയ്തില്ലെങ്കിൽ, നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും ഒന്നും കട്ട് ചെയ്ത് പോയ ഏരിയാസ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ആ ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കും അല്ലേ. ആ ഏരിയ ആണ് എന്ത് പറയുക, ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, അപ്പോൾ ഇതിനൊക്കെയാണ്, അതാണ് ഗ്രോസ് ഏരിയയുടെ ഫിഗർ എന്ന് പറയുക. ഗ്രോസ് ഏരിയ എന്ന് കണ്ടുപിടിക്കുന്നത് നട്ടും ബോൾട്ടും പൊട്ടിപ്പോയ ഏരിയാസിൻ്റെത് മൈനസ് ചെയ്യാതെയുള്ള ഫുൾ ഏരിയനെ എന്ത് വിളിക്കുക, ഗ്രോസ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇനി അത് ഏതൊക്കെ ഏരിയാസ് ആണ് നോക്കാം. അതേപോലെ നെറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതേപോലെ ഫുൾ ഏരിയന്ന് ആ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും പീസസ് ഇവിടെ ഈ ബോൾട്ടിൻ്റെ പകുതി വെച്ചാണ് പൊട്ടിപ്പോകുന്നത്. എല്ലാ പ്ലേറ്റും പകുതി വെച്ച് പൊട്ടിപ്പോകുന്നുണ്ട്, പ്ലേറ്റിൻ്റെ പകുതി മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി പകുതി ഇതിൻ്റെ കൂടെ അതിനകത്ത് ഉണ്ടാവും. എന്താണ് ബാക്കി പകുതി എന്ന് വെച്ചാൽ ഇങ്ങനെ അതിനകത്ത് തന്നെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കും, ഇങ്ങനെ അകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത്രയും ബാക്കി ഇതിൽ നിന്നാണ് പൊട്ടി മാറി ഈ ഒരു പീസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പീസ് വരുമ്പോൾ നമുക്ക് അതിനകത്ത് രണ്ട് പ്ലെയിൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു മുകളിലും താഴെയും ഷിയറും ഈ സൈഡിൽ ടെൻഷനുമാണ്. അപ്പോൾ ഒരു ടെൻഷൻ പ്ലെയിനും രണ്ട് ഷിയർ പ്ലെയിനും ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും. അത് ഫിഗർ ഇങ്ങനെയാണെങ്കിലാണ് ഫിഗർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വാല്യൂസും മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിനെ പറ്റിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടെൻഷൻ പ്ലെയിൻ വരുന്നതാണ് ഈ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലെയാണ് നമുക്ക് ടെൻഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. നമുക്കത് ഈ സൈഡിനെ കാണാൻ പറ്റുള്ളൂ, ഞാൻ റഫായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയുള്ളതാണ്, വേറെ ഒന്നുമില്ല. ഏരിയ ഒടിച്ചാൽ മതി. റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്താണ്, L/B ആണ് റെക്ടാങ്കിൾ ഏരിയ. ഈ ലെങ്ത് അറിയാം, ഈ ബ്രെഡ്ത്ത്, ഈ തിക്നെസ്സും അറിയാമെങ്കിൽ L/T ചെയ്യുമ്പോൾ ഗ്രോസ് ഏരിയ കിട്ടി. അതേപോലെ രണ്ട് ഷിയർ പ്ലെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ L/T എത്ര പ്രാവശ്യം എടുക്കണം, രണ്ട് പ്രാവശ്യം എടുക്കണം. മുകളിലും ഉണ്ട് താഴെയും ഉണ്ട്. രണ്ടും കൂടി എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യാത്തതാണ്. ഇതാണ് ഒരു ഷിയർ പ്ലെയിൻ വരിക, ഇതൊരു ഷിയർ പ്ലെയിൻ ആണ്, മുകളിലൊരു ഷിയർ പ്ലെയിൻ ആണ്. രണ്ട് ഷിയർ പ്ലെയിൻ ഉണ്ട്, അതുപോലെ ഒരു ടെൻഷൻ പ്ലെയിനേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നമുക്ക് ഏരിയാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഷിയർ പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായി, ടെൻഷൻ പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായി. ടെൻഷൻ പ്ലെയിൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്, അതാണ് ടെൻഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നിന്നും നെറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ നിന്നും ഇതിൽ നിന്ന് വ്യത്യാസമുള്ള ആ ഒരു ബോൾട്ടിൻ്റെ ഏരിയാസും കൂടി അതൊന്ന് മൈനസ് ചെയ്ത് പോകണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണെന്ന് പറയുക കോഡൽ പ്രൊവിഷൻസ് എന്ന് പറയാം. ഈ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് തന്നെ മിനിമം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ കിട്ടി. അപ്പോൾ എന്തായി, TDG എന്താണെന്ന് മനസ്സിലായി, TDN എന്താണെന്ന് മനസ്സിലായി, TDB എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ടോട്ടൽ ടെൻഷൻ കപ്പാസിറ്റി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, = TD എന്ന് പറയുക, വിച്ച് = മിനിമം ഓഫ് TDG, TDN ആൻഡ് TDB. ഈ മൂന്ന് വാല്യൂസും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏതൊരു ടെൻഷൻ മെമ്പറിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പേ പ്രോബ്ലംസിൽ നമുക്ക് ടെൻഷൻ മെമ്പറിൻ്റെ ടെൻഷൻ കപ്പാസിറ്റി മാത്രമല്ലായിരിക്കും ചോദിക്കുന്നത്, ഫുൾ ഡിസൈൻ ടെൻഷൻ മെമ്പറിൽ നിന്നും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കണക്ഷൻസ് കൂടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതായത് ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്തതിന് ശേഷം ടെൻഷൻ മെമ്പർ ഡിസൈൻ ചെയ്യാൻ ഈ 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. മൂന്നും കണ്ടുപിടിക്കുക, മിനിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് കണക്ഷൻസ് ഡിസൈൻ ചെയ്യുക. അത് ബോൾട്ടിംഗ് ആണെങ്കിൽ ബോൾട്ടിൽ കണക്ഷൻ കൊടുക്കുക, വെൽഡിംഗ് ആണെങ്കിൽ വെൽഡ് കണക്ഷൻ കൊടുക്കുക. അതിൻ്റെ സ്റ്റെപ്സൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ഇതിലേക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്ക് നമുക്ക് വരാൻ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും എന്നുകൂടി നോക്കാം. ഓക്കെ, താങ്ക് യു.